ആണെങ്കിൽ ആ വാക്കിനെ നിർവചിക്കും. ആ നിർവചനം ആ നിയമത്തിൽ അത് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. നിർവചനങ്ങൾ ഈ ആക്ടിൽ സന്ദർഭം മറ്റു വിധത്തിൽ ആവശ്യപ്പെടാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ഈ ആക്ടിൽ ആ വാക്കിന് ആ അർത്ഥം മാത്രമേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പബ്ലിക് സർവീസ് നിയമനം എന്നതിന് കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയോ കീഴിലുള്ള ഒരു സർവീസിലേക്കോ അല്ലെങ്കിൽ തസ്തികയിലേക്കോ ഉള്ള നിയമനം എന്നർത്ഥമാകുന്നതും അതിൽ സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ സംരംഭങ്ങളിൽ ഏതെങ്കിലും തസ്തികയിലേക്കുള്ള നിയമം ഉൾപ്പെടുത്തുന്നതുമാകുന്നു. ഇപ്പൊ പബ്ലിക് സർവീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സർവീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലെ ഏതെങ്കിലും തസ്തികയിലേക്കുള്ള നിയമനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറെ അർത്ഥമില്ല. അടുത്തത് ബി. ഒരു സർവീസ് അല്ലെങ്കിൽ തസ്തികയെ സംബന്ധിച്ച് നിയമന അധികാരി എന്നതിന് അങ്ങനെയുള്ള സർവീസിലെയോ അല്ലെങ്കിൽ തസ്തികയിലെയോ നിയമനം നടത്താൻ അധികാരപ്പെട്ട അധികാര സ്ഥാനമെന്നർത്ഥമാക്കും. അതിൽ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെ സംരംഭങ്ങളുടെയോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തസ്തികയിലെ സർവീസിലെയും നിയമന അധികാരികൾ ഉൾപ്പെടുന്നു. അപ്പൊ നിയമന അധികാരി എന്നാൽ എന്താണ്? ആരുടെ മുമ്പിലാണോ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊണ്ട് കൊടുത്ത് അപ്പോയിന്റ്മെന്റ് വാങ്ങുന്നത് എന്നർത്ഥമാകുന്നു. അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ആകാം. അടുത്തത് സാമുദായിക സർട്ടിഫിക്കറ്റ് എന്നാൽ ഒരാൾ അതത് സംഗതി പോലെ പട്ടികജാതിയിലെയോ അല്ലെങ്കിൽ പട്ടിക ഗോത്രത്തിലെയോ ഏതിലാണോ പെടുന്നത് സൂചിപ്പിച്ചുകൊണ്ട് നിർദ്ദിഷ്ട ഫോറത്തിൽ കോമ്പിറ്റന്റ് അതോറിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ജാതിയുടെ കോമ്പിറ്റന്റ് അതോറിറ്റി നമുക്കെല്ലാവർക്കും അറിയാം, തഹസീൽദാരാണ്. സമുദായ സർട്ടിഫിക്കറ്റ് അതിന് വേറെ വിശദീകരണം വേണ്ടല്ലോ. അടുത്ത കോമ്പിറ്റന്റ് അതോറിറ്റി എന്താണ്? കോമ്പിറ്റന്റ് അതോറിറ്റി എന്നാൽ സർക്കാർ വിജ്ഞാപനം മൂലം വിജ്ഞാപനത്തിൽ പ്രത്യേകം പറയുന്ന അങ്ങനെയുള്ള പ്രദേശത്തെയോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഈ ആക്ടിന്റെ കീഴിൽ കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നതിന് അധികാരപ്പെടുത്തിയുള്ള ഏതൊരു ഓഫീസറോ അധികാര സ്ഥാനമോ എന്ന് അർത്ഥമാകുന്നു. ഇവിടെ ആരാണ് കോമ്പിറ്റന്റ് അതോറിറ്റി? തഹസീൽദാരാണ്. സഹകരണ സ്ഥാപനം എന്നാൽ ഒരു സഹകരണ സംഘമെന്നോ 1969 കേരള സഹകരണ സംഘം ആക്ടിൻ കീഴിൽ രജിസ്റ്റർ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ സംഘം എന്നർത്ഥമാകും. ഒത്തിരി പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങൾ ഉണ്ട് കേട്ടോ. അടുത്ത എഫ്. ഇപ്പോ ഈ സഹകരണ സംഘം അറിയാമല്ലോ. ഈ സഹകരണ സംഘം ആക്ട് പ്രകാരം 1960 21ാമത്തെ നിയമമാണ് സഹകരണ സംഘം ആക്ട്. ആ സഹകരണ സംഘം ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതെല്ലാം സഹകരണ സംഘം എന്ന് പറയും. ഓക്കെ.